ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഓട്ടോ ഇറങ്ങിയിട്ട് ശ്രുതിയും കൂടെ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ശ്രുതി ടയേർഡ് ആയതുകൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ട്, എൻ്റെ കാല് വല്ലാതെ പെയിനുണ്ട്, രാവിലെ മുതൽ ഒറ്റത്തരം നിന്നിട്ട് ജോലി ചെയ്തതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതി പ്രണയത്തോടു കൂടി ശ്രുതിയെ എടുത്തിട്ട് അകത്തേക്ക്, അതായത് കയ്യിലേക്ക് കോരി എടുത്തിട്ടാണ് അകത്തേക്ക് വരുന്നത്. ശ്രുതി നാണത്തോടെ പറയുന്നുണ്ട്, അയ്യോ ആരെങ്കിലും കാണും, കണ്ടാൽ എന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ശ്രുതി അകത്തേക്ക് വരുന്നത്. ചന്ദ്ര തന്നെയാണ് ആദ്യം തന്നെ കാണുന്നത്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അയ്യോ എന്തു പറ്റി? അപ്പം ശ്രുതി പറയാണ്, ഞാൻ ടയേർഡാ, പാർലറിൽ നിന്ന് കാല് വേദനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റിയുടെ മോൻ എന്നെ എടുത്തോണ്ട് വന്നതാ. അപ്പം ശ്രുതിയെ നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചിട്ട് ചന്ദ്ര പറയാണ്, നിങ്ങളുടെ ഈ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി മക്കളെ, എന്നും ഇങ്ങനെ തന്നെ വേണം. അത് കേട്ടപ്പോൾ ശ്രുതി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, വേറെ ഏതെങ്കിലും അമ്മായിയമ്മമാരാണെങ്കിൽ എന്താ ഈ കാണിക്കുന്നേ, വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾക്ക്, നാണയില്ലേ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. ഈ അമ്മ വേറെയാ, ശ്രുതി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്. അപ്പം ചന്ദ്രയും പറയുന്നുണ്ട്, നിന്നെ അവൻ എടുത്തോണ്ട് വന്നതിനേക്കാളും സന്തോഷം അമ്മയുടെ മകൻ എന്ന്, ആൻറ്റിയുടെ മകൻ എന്നല്ലേ നീ പറഞ്ഞത്, അതാ. അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട്, അതിനെന്തിനാ ഇത്ര സന്തോഷം? അപ്പം ചന്ദ്ര പറഞ്ഞു കൊടുക്കുകയാണ്, ഭർത്താവ് സ്വന്തം കൈകളിൽ തന്നെ വേണം, അവൻ്റെ അമ്മയെ കാണരുത്, മിണ്ടരുത്, സ്നേഹിക്കരുത്. എനിക്കറിയാവുന്ന പല പെൺപിള്ളേരുടെയും മനസ്സിലിരിപ്പ് ഇതൊക്കെയാ. പക്ഷേ മോൾ അങ്ങനെയല്ല, എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നതിന് പകരം ആൻറ്റിയുടെ മോൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു മരുമകളെ കിട്ടിയത് ഭാഗ്യം എന്നല്ലാതെ എന്തു പറയാൻ. അതിനുശേഷം ചന്ദ്ര സ്നേഹത്തോടെ ശ്രുതിയോട് പറയാണ്, മോൾക്ക് നല്ല ക്ഷീണമുണ്ട്, ഇവിടെ ഇരിക്ക്, ഞാൻ പാല് കൊണ്ടുവരാം. ഏയ് അതൊന്നും വേണ്ട ആൻറ്റി, അതൊന്നും പോരാ, കൊണ്ടുവരേന്നെ ചെയ്യണം. നല്ല ബദാം പൗഡറും കുങ്കുമപ്പൂവൊക്കെ ഇട്ട് പാല് ഞാൻ എടുത്തോണ്ട് വരാം, കുടിച്ചാൽ ക്ഷീണം മാറും, രണ്ടുപേരും ഇരിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അടുക്കളയിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ സോഫയിൽ ഇരുന്നപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അമ്മയ്ക്ക് നിന്നോട് എന്ത് സ്നേഹ. അങ്ങനെയാ സ്നേഹമുള്ള അമ്മമാർ, ശ്രുതിയും പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്. അവിടെ ഇരുന്ന സമയത്ത് പ്രണയത്തോടെ ശ്രുതി ഓരോന്ന് ശ്രുതിയെ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, തോളിലൂടെ കൈയൊക്കെ ഇട്ടിട്ട്. അപ്പോഴേക്കും ശ്രുതി അതൊക്കെ വിലക്കുകയാണ്. എന്താ ഇത്, ഇത്ര നേരം ഞാൻ എടുത്തുകൊണ്ട് വന്നതല്ലേ, അപ്പോൾ ചെറിയ സമ്മാനമൊക്കെ തരാം ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എൻ്റെ മോൻ സമ്മാനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട, അതൊക്കെ മുറിയിലെത്തിയിട്ട് തരാം എന്നൊക്കെ ശ്രുതി പ്രണയത്തോടെ പറയാണ്. അവർ രണ്ടുപേരും ചേരുന്ന നിമിഷങ്ങളൊക്കെ അവർ പ്രണയത്തോടെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം അടുക്കളയിലെത്തിയ ചന്ദ്ര അവർ വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലാസ്ക് തപ്പുകയാണ്, പാല് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് രേവതി ഓരോന്ന് ചപ്പാത്തിയൊക്കെ ചുടുകയാണ്. അവളോട് ചോദിക്കുകയാണ്, ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലാസ്കും പാലും എവിടെയും ചോദിക്കുന്ന സമയത്ത് രേവതി അവിടെ നോക്കുന്നുണ്ട്, അവളും ഫസ്റ്റ് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ അത് എടുത്ത് കുടിച്ചോ, കട്ട് കുടിച്ചോ എന്നൊക്കെ. കള്ളിപ്പൂച്ചയാണല്ലോ, എടുത്ത് കുടിച്ചു കാണും. രേവതിയെ പരിഹസിക്കാൻ കിട്ടുന്ന സമയമൊന്നും അവർ ഒഴിവാക്കാറില്ലല്ലോ. അപ്പോൾ രേവതിയും തിരിച്ചു ചോദിക്കുകയാണ്, ഈ മുഖത്തിരിക്കുന്നത് കണ്ണാണോ അതോ ഗോലിയാണോ? മിഴിച്ച് നോക്ക്, ഫ്ലാസ്ക് അവിടെയുണ്ട്. രേവതി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രയ്ക്ക് അബദ്ധം പറ്റിയത് മനസ്സിലായത്. അവർ വേഗം തന്നെ പോയിട്ട് പാലിൻ്റെ ആ ഫ്ലാസ്ക് എടുക്കുകയാണ്. ഫ്ലാസ്ക് തുറന്നിട്ട് പാലെടുക്കുന്ന സമയത്ത് രേവതി വന്നിട്ട് ചന്ദ്രയോട് പറയാണ്, അതെ, കട്ട് കുടിക്കുന്ന ശീലം എനിക്കില്ല, എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല. അപ്പോൾ ചന്ദ്ര പറയാണ്, മിണ്ടാതെ ഭക്ഷണം ഉണ്ടാക്കടി, ശ്രുതിയും വന്നിട്ടുണ്ട്, അവർ ഫ്രഷ് ആകുമ്പോഴേക്കും ഭക്ഷണം റെഡി ആയിരിക്കണം, വിശക്കുന്നുണ്ടാവും അവർക്ക് എന്നും പറഞ്ഞുകൊണ്ട് പാലിൻ്റെ ഗ്ലാസ്സും എടുത്തിട്ട് ശ്രുതിയുടെ അരികിലേക്ക് പോവുകയാണ്. അതിനുശേഷം ശ്രുതിയോട് പാല് കുടിക്കാൻ പറയുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയോട് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ശ്രുതി ഈ സമയത്ത് പാല് കുടിക്കില്ല, അവന് കോഫിയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിക്ക് തന്നെ കൊടുക്കുകയാണ്. മാത്രമല്ല കുങ്കുമപ്പൂവും ബദാം പൗഡറൊക്കെ ഇട്ടതാണ് മോൾക്കാ കുടിക്കേണ്ട ആവശ്യം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ശ്രുതി പറയുകയാണെങ്കിൽ പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ട് കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മുഖം വാഷ് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് പോവാണ്. അപ്പോഴേക്കും ചന്ദ്ര ശ്രുതിയോട് പറയാണ്, മോളെ ഒരു മിനിറ്റ്. എന്നിട്ട് ശ്രുതിയോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞിട്ട് പറയാണ്, ദിവസവും രണ്ടുപേരും ജോലി കഴിഞ്ഞ് വന്നാലേ ദൃഷ്ടിദോഷം മാറ്റണം. അപ്പോഴേക്കും രേവതി ടേബിളിലേക്ക് ഫുഡും കൊണ്ട് വരികയാണ്. അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ആൻറ്റി, നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ കഴിയുന്നു. രേവതി അർത്ഥം വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, അത് രേവതിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്ര ശ്രുതിയോട് പറയാണ്, നിന്റെ ഭർത്താവ് നിന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴേ ചിലരുടെ കണ്ണിൽ കുത്തൽ വരും, കണ്ണ് കൊള്ളും. രേവതിയെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. രേവതിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആരോ പിടിച്ചു തള്ളിയതുപോലെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. മദ്യപിച്ച് ലെക്ക് കെട്ടിട്ടുള്ള വരവായിരുന്നു. പുറത്തേക്ക് നോക്കിക്കൊണ്ട് സച്ചി ഇങ്ങനെ സ്വയം പറയാണ്, ആരാണ് എന്നെ പിടിച്ചു തള്ളുന്നത്, ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട്ടേക്ക് വാടാന്ന് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പറയുന്ന കേൾക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. നല്ലോണം കുടിച്ച് പൂസായിട്ട് വന്നിരിക്കുന്നത് അപ്പോഴെല്ലാവർക്കും മനസ്സിലായി. രേവതി സച്ചിയെ പിടിക്കാൻ വേണ്ടി പോവുകയാണെങ്കിലും അവൻ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. വേണ്ട, ഞാൻ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൻ വീണ്ടും മുന്നോട്ടേക്ക് വരികയാണ്. അപ്പം തന്നെ ശ്രുതി ചന്ദ്രയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ അമ്മേ, 4 കാലിലാണ് വന്നിരിക്കുന്നത്, കുറച്ച് നാളായിട്ട് ഈ കൂത്തൊന്നും ഇല്ലായിരുന്നു, ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഇങ്ങനെ. ചന്ദ്രയും പറയുന്നുണ്ട്. ശ്രുതിക്ക് പക്ഷെ അതൊരു പുതിയ അനുഭവമായിരുന്നു. ചന്ദ്ര ഇങ്ങനെ പെറുപിറുക്കുന്നുണ്ട്, ഇപ്പോൾ വീണ്ടും തുടങ്ങി. ശ്രുതിയും പറയുന്നുണ്ട്, നിൽക്കാൻ പോലും പറ്റുന്നില്ല അവന്. അപ്പം ശ്രുതി പറയാണ്, അവൻ അങ്ങനെയാണ് ശ്രുതി, അവൻ്റെ ക്യാരക്ടർ നിനക്ക് മനസ്സിലാവാൻ പോകുന്നതേ ഉള്ളൂ.
സച്ചിയെ കൂട്ടിക്കൊണ്ട് വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുത്തിയിരിക്കുകയാണ് രേവതി. ആ സമയത്ത് സച്ചി ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങടാ, ഇറങ്ങാൻ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, നിങ്ങളിവിടെ വീട്ടിനകത്താണുള്ളത്. ഓ അതാണല്ലേ സ്റ്റിയറിംഗ് കാണാത്തതെന്നൊക്കെ സച്ചി വെറുവിറുക്കുകയാണ്. അപ്പോൾ രേവതി വിഷമത്തോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇത്, കുറേ കാലമായിട്ട് നിർത്തിയതാണല്ലോ, പിന്നെ എന്തിനാ കുടിച്ചത്? അപ്പോൾ രേവതി തൊട്ടപ്പോൾ അവൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ എന്നെ തുടരുത്, നീ കാരണമാണ് ഞാൻ കുടിച്ചത്. അന്ന് നീ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ ഗജാനന്ദൻ്റെ തല തല്ലി പൊട്ടിച്ചേനെ. പക്ഷെ നീ എന്നോട് പറഞ്ഞില്ലല്ലോ, മറച്ചു വെച്ചില്ലേ എന്ന് രേവതിക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് മറച്ചു വെച്ചതെന്ന്. പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ജയിലിൽ പോവുമായിരുന്നു. അപ്പോൾ സച്ചി പൊട്ടിത്തെറിക്കുകയാണ്, മിണ്ടി പോവരുത്, നീ കാരണാ ഞാൻ ഈ അനുഭവിക്കുന്നേ. സച്ചി ഓരോന്ന് ഒറ്റയ്ക്ക് പുലമ്പിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരുടെയും മുന്നിൽ ഞാൻ ചെറുതായി, കാറ് പുറത്തെടുക്കാൻ പറ്റുന്നില്ല, ഇനിയും വേണം കാശ്. ഫിനാൻഷ്യറുടെ അടുത്ത് ചെന്ന് വാടക കാശ് കുറച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ചോദിക്കുക, കുരക്കാൻ ഞാനെന്താണോടാ, നായയാണോ എന്ന്. എന്നിട്ട് അയാൾ എൻ്റെ മുഖത്ത് നോക്കി പരിഹസിച്ചു കുരച്ചു. കാശ് കയ്യിലില്ലെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയുക, ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങൾ എടുത്തോണ്ട് വാന്ന്. അയാളുടെ മുമ്പിൽ ഞാൻ ചെറുതായിപ്പോയി. സച്ചി ഇങ്ങനെ പദം പറയുകയാണ്. അപ്പം ശ്രുതി പിന്നെന്ന് പറയുന്നുണ്ട്, എടാ സച്ചി, ഈ വീട്ടിൽ നീയും നിൻ്റെ ഭാര്യയും മാത്രമല്ല താമസിക്കുന്നത്, വേറെയും ആൾക്കാരുണ്ട്. എടാ കുറച്ചെങ്കിലും ഡീസൻസി കീപ്പ് ചെയ്യണം. നീയാണോ ഈ പറഞ്ഞത്? ശ്രുതിക്കരികിൽ വന്ന് ചോദിക്കുകയാണ്. അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ കുടി നിർത്തിയില്ല അല്ലേ? നീ നല്ലവനായിട്ട് അഭിനയിക്കുന്നത് നിർത്തിയില്ല അല്ലേ? സച്ചി തിരിച്ചു ചോദിക്കുകയാണ്. വെളിവില്ലാത്ത നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ശ്രുതി വെറുവിറുക്കുകയാണ്. സച്ചിൻ തിരിച്ചു പറയുന്നുണ്ട്, നിനക്ക് വെളിവുണ്ടോടാ സോഡാ കുപ്പി? വെളിവുണ്ടേ നീ ഇങ്ങനെയാവോ? എടാ എല്ലാം നീയാടാ തുടങ്ങി വെച്ചത്. നിന്റെ തലമണ്ട ഞാൻ പൊട്ടിക്കൊന്നും പറഞ്ഞ് സച്ചി പോയിട്ട് നേരെ ടേബിളിൻ്റെ മുകളിൽ വീഴുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര പോയിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, കുടിച്ചാൽ വയറ്റിൽ കിടക്കണം, മറ്റുള്ളവരുടെ മെക്കിട്ട് കയറുകയല്ല വേണ്ടത്. മെക്കിട്ട് കയറിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? സച്ചി തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര മൂക്ക് കുത്തുന്നുണ്ട്, ഓ നാറിയിട്ട് വയ്യ. എന്നിട്ട് രേവതിയോട് പൊട്ടിത്തെറിക്കുകയാണ്, വിളിച്ചോണ്ട് പോയി ഇവനെ വല്ല തോട്ടിലോ പുഴയിലോ മുക്ക്. അപ്പോൾ സച്ചി പരിഹസിക്കുകയാണ്, നാറ്റം. എന്നാലും നിങ്ങളുടെയൊന്നും മനസ്സിൻ്റെ നാറ്റം മദ്യത്തിനില്ല. പിന്നെ പുഴയിലോ തോട്ടിലോ കൊണ്ടുപോയി മുക്കേണ്ടത് അവനെ. അവൻ ചെയ്തു കൂട്ടിയ പാപം എത്ര മുങ്ങിക്കുളിച്ചാലും പോവില്ല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്ക്, കഴുകിക്കളയാൻ പറ്റുമോന്ന്. ചന്ദ്രയ്ക്കും ശ്രുതിക്കും നല്ല പേടിയുണ്ടാവുന്നുണ്ടായിരുന്നു. സച്ചി കള്ളിൻ്റെ മുകളിൽ ശ്രുതി ചെയ്ത കാര്യങ്ങളും ആദ്യം കല്യാണം മുടങ്ങിയതൊക്കെ വിളിച്ചു പറയുമോ, ശ്രുതിയൊക്കെ അറിയോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഡാ സോഡാ കുപ്പി, അന്ന് നീ ഓടിപ്പോയില്ലായിരുന്നുവെങ്കിൽ എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രയെ ശ്രുതി ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. രേവതിക്കും ഞെട്ടലുണ്ടാകുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ അവളിങ്ങനെ സംശയത്തോടെ ശ്രുതിയെ നോക്കുകയാണ്. സച്ചി വീണ്ടും അത് തന്നെ കള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അന്ന് നീ ഓടിപ്പോയില്ലായിരുന്നുവെങ്കിൽ. ഇവരാണെങ്കിൽ പേടിച്ച് നിൽക്കുകയാണ്. പക്ഷെ സച്ചിക്ക് അത് മുഴുമിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഒരു എക്കിള് വന്നിട്ട് ഇങ്ങനെ സ്റ്റെക്കാവുകയാണ്. അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് എക്കിൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടെ രേവതിയോട് ചോദിക്കുകയാണ്, എവിടെ വെള്ളമൊന്നും ഇല്ലേ? അങ്ങനെ നേരെ ശ്രുതിക്ക് വേണ്ടിയിട്ട് ചന്ദ്ര കൊണ്ടുകൊടുത്ത പാലാണ് സച്ചിയുടെ കണ്ണിൽപ്പെടുന്നത്. വെള്ള പെയിൻ്റ് അടിച്ച വെള്ളം എന്ന് പറഞ്ഞിട്ട് നേരെ പോയി അതെടുത്തിട്ട് നോക്കുകയാണ്. അതിനുശേഷം വിരലുകൊണ്ട് അത് ഫുള്ള് വിരലിട്ട് ഇളക്കിയതിന് ശേഷം അതൊറ്റ വലിക്ക് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്ര ബഹളം വെക്കുകയാണ്, എടാ മഹാഭാവി, അത് പാലാണെടാ, വയ്യാതെ വന്ന് ടയേർഡായിട്ട് വന്ന് ശ്രുതിക്ക് എടുത്തു വെച്ച പാല്. ചന്ദ്ര ഇങ്ങനെ വായി തോന്നിയൊക്കെ പറയുന്നുണ്ട്, എടാ കുടിയോ, എടാ വൃത്തികെട്ടവനെ, അത് കുടിക്കാതെ. അതിനുശേഷം ചന്ദ്രയുടെ അടുത്ത് വന്നപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എടാ വൃത്തികെട്ടവനെ, അത് ശ്രുതിക്ക് വെച്ച പാലാ, കുടിച്ച് തീർത്തല്ലേ. ആർക്കെടുത്ത് വെച്ച പാല്? സച്ചി ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതിയാണ് പറയുന്നത്, ശ്രുതിക്ക്, എൻ്റെ വൈഫിന്. അവക്കെടുത്ത് വെച്ച പാലോ? എങ്കിൽ അവളുടെ പേരെഴുതി വെക്കണ്ടേടാ. സച്ചി കളിയാക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അവള് ജോലി ചെയ്ത് ക്ഷീണിച്ച് വന്നിരിക്കുക, അല്ലാതെ നിന്റെ ഭാര്യയെപ്പോലെ സദാസമയം വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവളല്ല. ബദാം പൗഡറും കുങ്കുമപ്പൂവും ഒക്കെ ഇട്ട പാലാ നീ കുടിച്ചത്. അപ്പോൾ സച്ചി പരിഹസിക്കുകയാണ്, ചെമ്പരത്തിപ്പൂവും മല്ലികപ്പൂവും കൂടി ഇടായിരുന്നില്ലേ? അപ്പോൾ ശ്രുതി ചന്ദ്രയോട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എന്താ അമ്മ ഇവനീ പറയുന്നത്? ശ്രുതി ഇവിടെ ഉണ്ടെന്നുള്ള ബോധം പോലും ഇവനില്ല. ശ്രുതി ഇവിടെ ഉണ്ടായാൽ, ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇവിടെ ഉണ്ടായാൽ എന്താടി കുഴപ്പം എന്നൊക്കെ ചോദിച്ച് സച്ചിനെ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്താടി നോക്കി നിൽക്കുന്നു, ഇവനെ വിളിച്ച് മുകളിലേക്ക് റൂമിലേക്ക് കൊണ്ടുപോ. പക്ഷേ രേവതി അവനെ പിടിക്കാൻ നോക്കുമ്പോഴൊക്കെ അവൻ വഴുതി പോയിക്കൊണ്ടിരിക്കുകയാണ് ദേഷ്യത്തോടെ. തുടരുത് തന്നെ, നീ എന്നോട് മറച്ചു വെച്ചില്ലേ, നീ എന്നെ പൊട്ടനാക്കിയില്ലേ, എൻ്റെ സമാധാനം കളഞ്ഞില്ലേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്തിനാ മറച്ചു വെച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ, വാ മുറിയിലേക്ക് വാ. രേവതി വീണ്ടും ശ്രമിക്കുകയാണ്. പക്ഷേ സച്ചി പൊട്ടിത്തെറിച്ചിട്ട് രേവതിയെ പിടിച്ച് തള്ളുന്നുണ്ട്. അവൾ പോയി തൂണിൽ വീഴുമ്പോഴേക്കും രവി അങ്ങോട്ട് പുറത്തുനിന്ന് എവിടുന്നോ പോയിട്ട് രവി കയറി വരുന്നുണ്ടായിരുന്നു. അയാൾ സച്ചിയെ തടയാൻ വേണ്ടി നോക്കുകയാണ്, ഹേയ് സച്ചി. പക്ഷെ അപ്പോഴേക്കും സച്ചി തള്ളിയിട്ടുണ്ടായിരുന്നു. അയാൾ സങ്കടത്തോടെ രേവതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അച്ഛനെ കണ്ടപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. അച്ഛൻ എന്താ ലേറ്റായി എന്ന് ചോദിച്ചിട്ട്. അപ്പം രവി ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, നീ കുടിച്ചിട്ടുണ്ടോ? ആ കുടിച്ചിട്ടുണ്ട്, ബദാമും കുങ്കുമപ്പൂവും ഒക്കെ ഏതാണ്ടിട്ടൊരു പാല്, അതല്ല, നീ മദ്യപിച്ചിട്ടുണ്ടോന്നാണ് ചോദിച്ചത്. അപ്പം ചന്ദ്ര വന്നിട്ട് രവിയോട് പറയാണ്, കണ്ടാൽ മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്, എന്തിനാ ചോദിക്കുന്നത്? അയലിട്ട തുണി ആടുന്നത് പോലെ ആടുന്നേ, നാറിയിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ.
അപ്പോൾ സച്ചി കളിയാക്കാണ്, നാറിയിട്ട് ഇവിടെ നിൽക്കാൻ വയ്യെങ്കിൽ ഇരുന്നൂടെ. അപ്പോഴേക്കും ചന്ദ്ര പിടിച്ച് തള്ളുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ രേവതിക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇവനെ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ. അപ്പോൾ ശ്രുതി പരിഹസിക്കുകയാണ്, കുറച്ച് നാൾ മുമ്പേ ഇങ്ങനെ തന്നെയായിരുന്നു, കുടിക്കുന്നതിലാ അവൻ ഡിഗ്രി എടുത്തിരിക്കുന്നത്. അപ്പോഴേക്കും സച്ചി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഡാ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ശ്രുതിയെ തല്ലാൻ വേണ്ടി വരികയാണ്. എന്താടാ പറഞ്ഞ നീ? ഞാൻ എൻ്റെ കാശിനാ കുടിക്കുന്നത്. അതിനുശേഷം ശ്രുതിയോട് പറയാണ്, പൗഡർ എടുത്തി, നിങ്ങൾക്ക് ഇവനെക്കുറിച്ച് എന്തറിയാം? പഠിച്ച് വീട് മുടിച്ചു എന്നല്ലാതെ ഇവനെ കൊണ്ട് ആർക്കും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഇത്രയും കാലം കുറ്റിയടിച്ചതുപോലെ വീട്ടിലിരുന്നു. 10 രൂപ, ഒരു 10 രൂപ പോലും ഇവൻ ഇന്നേ വരെ വീട്ടിൽ കൊടുത്തിട്ടില്ല. ഈ വീട്ടിൽ ചെലവിന് പൈസ ഞാനാ കൊടുക്കുന്നത്. നിങ്ങൾക്കറിയോ, ഒരു മല തന്നെ എൻ്റെ തലയിലുണ്ട്. ഈ വീട്ടു ചെലവെല്ലാം ചെയ്യുന്നത് ഞാനാ. സച്ചി സങ്കടത്തോടെ പറയുകയാണ്. അപ്പോൾ ചന്ദ്ര വേഗം ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി, ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കല്ലേ. ഇവൻ കുടിച്ചിട്ട് വന്നിട്ട് അതും ഇതും പറയുക. ശ്രുതി ഈ വീട്ടിൽ കാശൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ സച്ചി കളിയാക്കാണ്, പിന്നെ ഇവൻ കിളച്ചിട്ടുണ്ട്. പൗഡർ എടുത്തി, ഞാൻ പറഞ്ഞില്ലേ, 1 രൂപ പോലും കൊടുത്തിട്ടില്ല ഇവൻ. ഇവൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് പോലും. അപ്പോഴേക്കും ചന്ദ്ര വിലക്കുന്നുണ്ട്. അങ്ങനെ സച്ചി ബോധമില്ലാണ്ട് വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ഈ ഷർട്ട് പോലും ഇവൻ്റെ കാശിന് വാങ്ങിയതല്ല. എന്നിട്ടും ഉളുപ്പില്ലാത്ത ഇവൻ നല്ലവൻ, ഞാൻ മദ്യപാനി. അപ്പോൾ ചന്ദ്ര വീണ്ടും പറയാണ്, നീ മദ്യപാനി തന്നെയാ, കുടിയൻ. പാലും തൈരൊന്നും അല്ലല്ലോ നീ കുടിക്കുന്നേ. ഞാൻ കുടിയനല്ല. സച്ചി പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോഴേക്കും രവി വരുന്നുണ്ട്. എടാ സച്ചി, എന്താ ഇതൊക്കെ? അപ്പോൾ സച്ചി സങ്കടത്തോടെ പറയാണ്, അച്ഛാ, ഞാൻ കുടിയനല്ല അച്ഛാ. കുടിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞോട്ടെ, റൈറ്റ്, പക്ഷെ ഞാൻ കുടിയനല്ല. മനസ്സ് വിഷമിച്ചപ്പോൾ ഇത്തിരി മരുന്ന് കഴിച്ചു, അത്രയേ ഉള്ളൂ. എന്നിട്ട് ശ്രുതിയെ വെറുപ്പോടെയും പകയോടെയും നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാം ഈ ഓടിപ്പോയവൻ കാരണാ. സച്ചി എന്തെങ്കിലും പറയുന്നു പേടിച്ച് നിൽക്കുകയാണ് ശ്രുതിയും ചന്ദ്രയും. അപ്പോൾ സച്ചി വീണ്ടും പറയുന്നുണ്ട്, പൗഡർ എടുത്തി, ഇവൻ ചെയ്ത ചതി എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അപ്പോഴേക്കും ചന്ദ്ര ഇടപെടുകയാണ്. ശ്രുതി, ഇവൻ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ശ്രുതി, നീ ഇവളെയും കൊണ്ട് മുറിയിലേക്ക് ചെല്ല്. അപ്പോഴേക്ക് വേഗം ശ്രുതിയെയും വിളിച്ചുകൊണ്ട് ശ്രുതി വേഗം മുകളിലേക്ക് പോവുകയാണ്. സച്ചി പിന്നാലെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഡാ നീ മുറിയിൽ പോയി കഥകടച്ചിരുന്നോടാ, പക്ഷേ സത്യം എന്തെങ്കിലും പുറലോകം അറിയും, അത് നീ മനസ്സിലാക്കിക്കോ. അപ്പം ചന്ദ്ര രവിയോട് ദേഷ്യത്തോടെ പറയാണ്, കണ്ടില്ലേ ഇവൻ കാണിക്കുന്നത്? ഇപ്പം വന്ന മരുമകളല്ലേ അവള്, അവക്ക് മുന്നിൽ വെച്ച് നാണം കെടുത്തിയില്ലേ ഇവൻ? ശ്രുതി നമ്മുടെ കുടുംബത്തെക്കുറിച്ച് എന്ത് വിചാരിക്കും? അപ്പം രവി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ വായടച്ച് അകത്തേക്ക് പോ, എൻ്റെ വായടപ്പിക്കാൻ മാത്രമേ നിങ്ങൾക്ക് പറ്റൂ. ചന്ദ്രയും പൊട്ടിത്തെറിക്കുകയാണ്. ഇവൻ കാണിച്ചു കൂട്ടുന്നതൊന്നും നിങ്ങളുടെ കണ്ണിൽ കാണില്ല. പറ്റിയ ഒരെണ്ണത്തിനെ കെട്ടിക്കൊണ്ട് വരികയും ചെയ്തു. രണ്ടിനെയും കൊണ്ട് മാന്യമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും രവി വീണ്ടും പറയുന്നുണ്ട്, നിന്നോട് പോവാനാ പറഞ്ഞേ. അതിനുശേഷം സച്ചിയെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയാണ്, ഡാ, എന്താ നിനക്ക് പറ്റിയത്? കുറച്ചു കാലം നീ കുടിക്കാതിരുന്നപ്പോൾ എന്തുമാത്രം സന്തോഷിച്ചത് ഈ അച്ഛൻ. നീ വീണ്ടും തുടങ്ങിയോ? അയാൾ സങ്കടത്തോടെ ചോദിക്കുക. അപ്പം സച്ചി കരഞ്ഞുകൊണ്ട് പറയാണ്, അച്ഛാ, എല്ലാവരും എന്നെ അപമാനിക്കുക, എന്നെ പരിഹസിക്കുക, എനിക്ക് തലകുനിക്കേണ്ടി വരിക. അതിനിങ്ങനെ കുടിച്ചിട്ട് വരിക വേണ്ടത്? രവി ചോദിക്കുന്നുണ്ട്. നീ ഇങ്ങനെയായാൽ അപമാനിക്കപ്പെടുന്നത് ഈ പാവം കൊച്ചല്ലേ? അത് കേട്ടപ്പോൾ സച്ചി പുച്ഛത്തോടെ രേവതിയെ നോക്കുന്നുണ്ട്. എന്തിനാടാ നീ ഈ കൊച്ചിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? അപ്പം സച്ചി രേവതിയെ നോക്കി പറയാണ്, വിഷമോ അവൾക്കോ? ഇവള് ജോളിയായിട്ടിരിക്കുക അച്ഛാ. അത് കേട്ടത് രേവതി കരയുന്നുണ്ട്. ഇവള് കാരണാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എൻ്റെ കാറ്, എൻ്റെ കയ്യിൽ കാശില്ല അച്ഛാ. അന്ന് ഇവളുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയതിനാ ആ ഗജാനന്ദനെ ഞാൻ അടിച്ചത്. അതിനവൻ എനിക്ക് പണി തന്നു. സത്യം ഇവൾ എന്നിൽ നിന്നും മറച്ചു വെച്ചച്ചാ. രവി സമാധാനിപ്പിക്കുന്നുണ്ട്. സച്ചി, നീ ഇപ്പം സമാധാനപ്പെട്. എന്തു പറഞ്ഞാലും മോൻ്റെ മനസ്സ് കയറില്ല, നീ ചെല്ല്. ഇല്ലച്ചാ, ഇവള് കാരണാ, ഇവളോട് ചോദിക്കണം എനിക്ക് എന്നും പറഞ്ഞ് രേവതിക്ക് നേരെ ചെല്ലുകയാണ്. രവി അവനെ തടഞ്ഞു നിർത്തിയിട്ട് മുകളിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഓരോ പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടാണ് സച്ചി മുകളിലേക്ക് പോകുന്നത്. എൻ്റെ കാറ്, എൻ്റെ ജീവൻ എല്ലാം പോയി, അവക്ക് വേണ്ടിയാണ് ഞാൻ തല്ലുണ്ടാക്കിയത് എന്നൊക്കെ ഇങ്ങനെ പിച്ചുമ്പയും പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് രേവതിക്ക് സങ്കടമായിട്ട് രേവതിയും കരയാണ്. രേവതി കരഞ്ഞുകൊണ്ടിരിക്കുമ്പം രവി സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയാണ്, കുറച്ച് കാലം മുന്നേ അച്ഛമ്മയുടെ അടുത്ത് പോയിട്ട് വന്നതിന് ശേഷം ഒരുപാട് സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ. പക്ഷേ സന്തോഷം നിലനിർത്താൻ ദൈവം അനുവദിച്ചില്ല, എല്ലാം പെട്ടെന്ന് അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞ് അവൾ കരയുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.